നെക്സ്റ്റ് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ nth എനർജി സ്റ്റേറ്റ് ഇൻ എ ഹൈഡ്രജൻ ആറ്റം. ഇതാണ് പഠിക്കാൻ പോകുന്നത്. ബോർസ് മോഡലിൽ നമ്മൾ അവസാനം ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ എ ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എൻ nth ഓർബിറ്റ് ഓർ nth എനർജി സ്റ്റേറ്റ്. ഇലക്ട്രോൺ nth എനർജി സ്റ്റേറ്റിൽ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എനർജി -13.6/n² ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അതിൻ്റെ പ്രൂഫാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അത് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോൺസ് റിവോൾവിങ് ഇൻ nth എനർജി സ്റ്റേറ്റ് ഹാസ് എനർജി -13.6/n² ഇലക്ട്രോൺ വോൾട്ട്. ഡിറൈവ് ചെയ്യാൻ പോവാണ്. കുറച്ച് ലെങ്തി ഡെറിവേഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ആറ്റമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ചാർജ് +E ആണ്. ഇലക്ട്രോൺ -E ആണെന്ന് വിചാരിക്കുക. റേഡിയസ് R ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് m ആയിട്ട് എടുക്കാം. മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണ്, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജിയുടെ ഡെറിവേഷനാണ് വേണ്ടത്. ടോട്ടൽ എനർജി നമ്മൾ റൂദർഫോർഡ്സ് മോഡലിൽ ടോട്ടൽ എനർജിയുടെ ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി ഒന്ന് വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നു. ഈ റിവോൾവിങ് ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി നമ്മൾ റൂദർഫോർഡ്സ് മോഡലിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ ഡിറൈവ് ചെയ്തിരുന്നതാണ്. അതിൻ്റെ രണ്ടാമത് ഡെറിവേഷൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ? ആ റിവോൾവിങ് ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി -e²/8πε0r ആണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. ഐ മീൻ -13.6/n² ഇലക്ട്രോൺ വോൾട്ട് അങ്ങനെ ആക്കണം. ഇതവിടെ ഇരിക്കട്ടെ. ഈ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി പഠിച്ചിട്ടുണ്ട് ഇല്ലേ? 12 mv². അത് ആവശ്യം വരുന്നുണ്ട്. ഇതെന്താ? കൈനറ്റിക് എനർജി ഓഫ് ദിസ് ഇലക്ട്രോണാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണെന്ന് ഓർമ്മയുണ്ടോ? e²/8πε0r. അതിൻ്റെ ഡെറിവേഷൻ അവിടെ പഠിച്ചിട്ടുണ്ട്. റൂദർഫോർഡ്സ് മോഡലിൽ പഠിച്ചിട്ടുണ്ട്. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല. ഞാൻ തൽക്കാലം രണ്ട് സൈഡിൽ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേക്കട്ടെ. രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ജസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ mv² കിട്ടും. ഇത് പഠിച്ച ഫോർമുല കൈനറ്റിക് എനർജി. രണ്ട് സൈഡിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ mv² റൈറ്റ് സൈഡിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/8 4 ആവും. 2/8 താഴെ 4 ആവും. e²/4πε0r എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ വേറൊരു ഫോർമുലയും കൂടിയുണ്ട്. ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണ് ഒരു പ്രധാനപ്പെട്ട ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓർമ്മയുണ്ടോ? mvr. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. nh/2π. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. mvr = nh/2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർബിറ്റ് എത്രാമത്തെ എനർജി സ്റ്റേറ്റ് ആണ്. നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇതിൽ നിന്ന് R കണ്ടുപിടിക്കണം. എൻ്റെ ഒബ്ജക്റ്റീവ് പറഞ്ഞുതരാം. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും R കണ്ടുപിടിക്കണം. R കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടോട്ടൽ എനർജിയുടെ ഡെറിവേഷനാണ് ഞാനിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോർമുലയിൽ നിന്നും R കണ്ടുപിടിക്കണം. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു വഴി പറഞ്ഞുതരാം. സെക്കൻഡ് ഇക്വേഷൻ രണ്ട് സൈഡിലൊന്ന് സ്ക്വയർ ചെയ്തേ. എന്തിനാണെന്നുള്ളത് ഒരു ചെറിയൊരു എലിമിനേഷനാണ്, ക്യാൻസലേഷന് വേണ്ടിയാണ്. സെക്കൻഡ് ഇക്വേഷൻ രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്താൽ ലെഫ്റ്റ് സൈഡ് m² v² r². m² v² r² കിട്ടും. റൈറ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ n² h²/4π² കിട്ടും. n² h²/4π² കിട്ടും. ശരിയാണല്ലോ? m² v² അല്ലേ? m² v² നമുക്ക് m × mv² എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. m² v²ന് m × mv² എന്ന് എഴുതിയാലും തെറ്റില്ല. പിന്നെ ഒരു r² ഉണ്ട്. = n² h²/4π².
ദാറ്റ് ഈസ് എം ഇൻറ്റു എന്താണ് എം വി സ്ക്വയർ. ഫസ്റ്റ് ഇക്വേഷൻ വായിച്ച് നോക്കിയേ. എം വി സ്ക്വയറിൻ്റെ വാല്യൂ ഇ സ്ക്വയർ ബൈ 4πε0 r ആണ്. ഇവിടെ എം വി സ്ക്വയറിന് പകരം ഇ സ്ക്വയർ ബൈ 4πε0 r കൊടുക്കുക ഇൻറ്റു ആർ സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 4π സ്ക്വയർ. ഇങ്ങനെ കിട്ടും. നമുക്ക് രണ്ട് സൈഡിലും മുകളിലും താഴെ ഒരു 6 വെട്ടിക്കളയാലോ അല്ലേ. 6 മാത്രം ഇവിടെ വന്നു. ഒരു സ്റ്റെപ്പ് കുറച്ചാലോ? അല്ല വേണ്ട, ഞാൻ ആ സ്റ്റെപ്പ് എഴുതാം, ഡൗട്ട് വരണ്ട. എം ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു ആർ. ന്യൂമറേറ്റർ സൈഡിൽ 6 ഉണ്ടല്ലേ. നോക്കിയേ, എം ഇ സ്ക്വയർ ആർ ഡിവൈഡ് ബൈ 4πε0 ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 4π സ്ക്വയർ വരും. നമുക്കൊരു 4πയും വെട്ടിക്കളയാം. അത് അടുത്ത സ്റ്റെപ്പ് ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി. 6 കാണണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ടേമില്ലേ, ഈ ടേമിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ 6 കിട്ടും. എന്തിനാ 6 കാണുന്നത്? ടോട്ടൽ എനർജിയുടെ ഫോർമുലയിൽ നിന്ന് ഈ 6നെ കളയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ എക്സ്പ്രഷൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ റെസിപ്രോക്കലാവും. റെസിപ്രോക്കലായി മാറും. അപ്പോൾ 6 എന്ത് വരും? ആർ ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 4π സ്ക്വയർ ഇൻറ്റു. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. എം സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 4π സ്ക്വയർ എം ഇ സ്ക്വയർ ബൈ 4πε0 അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ റെസിപ്രോക്കലാവും. 4πε0 ബൈ എം ഇ സ്ക്വയർ എന്ന് കിട്ടും. ആറിൻ്റെ ഫോർമുല ഒന്നുകൂടി എഴുതാം. ഇവിടെ വെട്ടിപ്പോണത് ആരാണെന്ന് മനസ്സിലായല്ലോ. ഒരു 4 വെട്ടിപ്പോകുന്നുണ്ട്, ഒരു പൈയും വെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഒന്നുകൂടി എഴുതുമ്പോൾ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ε0 ഡിവൈഡഡ് ബൈ താഴെ ഒരു പൈ ബാക്കിയുണ്ട്, പൈ ഇൻറ്റു എം ഇ സ്ക്വയർ എന്ന് കിട്ടും. വളരെ ശ്രദ്ധിച്ച് എഴുതുക, കുറേ ടേമുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല ഓർമ്മയുണ്ടല്ലോ, ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി ഫോർമുല വിൽ ബി മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒന്നുകൂടി എഴുതിക്കോട്ടെ 8πε0 ഇൻറ്റു ആറ്. ഇൻറ്റു ആറ് നമുക്കതിനെ 1/r എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ? സെയിം തന്നെ ഇല്ലേ? 6 ഡിനോമിനേറ്റർ തന്നെ ഇരിക്കുള്ളൂ, വ്യത്യാസമൊന്നുമില്ലല്ലോ. മൈനസ് ഇ സ്ക്വയർ ബൈ 8πε0 ആറ്. ഇത് മൈനസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8πε0 ഇൻറ്റു 1/r എന്താണെന്ന് നോക്കിയേ. ഈ ആറിൻ്റെ ഫോർമുല കണ്ടോ? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/r കിട്ടും. ഇതിൻ്റെ റെസിപ്രോക്കൽ ഞാൻ നേരിട്ട് എഴുതിക്കോട്ടെ. പൈ എം ഇ സ്ക്വയർ അല്ലേ, പൈ എം ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ശരിയാണല്ലോ, കറക്റ്റാണ്. 1/r എന്ന് പറയുമ്പോൾ പൈ എം ഇ സ്ക്വയർ ബൈ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ε0 എന്ന് കിട്ടും. ശരിയല്ലേ? സോ ടോട്ടൽ എനർജി ഈക്വൽ ടു, ഇവിടെ ആരെ വെട്ടിപ്പോണേന്ന് നോക്കി. ഇവിടെ ഒരു പൈ വെട്ടിപ്പോകുന്നുണ്ട് അല്ലേ, മുകളിലും താഴെയായിട്ട് ഒരു പൈക്ക് വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി വരുന്നത് മൈനസ് എം ഇൻറ്റു ഇ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ e⁴ ഡിവൈഡ് ബൈ 8 ഇൻറ്റു, ശരിയല്ലേ, ε0 സ്ക്വയർ, കറക്റ്റ് അല്ലേ, 8 ഇൻറ്റു ε0 സ്ക്വയർ എച്ച് സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ എന്ന് വരും. വളരെ ശ്രദ്ധിച്ച് എഴുതി പോവാ. ശരിയല്ലേ? നോക്കിയേ, അതെ, ജൂൾസ് ആണ്. നമുക്കിതിനെ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം ഇലക്ട്രോൺ വോൾട്ട് കൺവേർഷൻ അറിയാമോ? എങ്ങനെയാണ് കൺവേർഷൻ? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁻⁹ ജൂൾ ആണല്ലോ. ഞാനിത് ഇലക്ട്രോൺ വോൾട്ടിലോട്ട് ആക്കിയാണ്. അപ്പോൾ ഈ 1.6 ഇൻറ്റു 10⁻⁻⁹ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ 1 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ട് എന്നാവും. ശരിയല്ലേ നോക്കി ഒന്നുകൂടി പറഞ്ഞുതരാം. 1 ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ്. ഈ നമ്പർ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 1 ജൂൾ ഈക്വൽ ടു 1 ബൈ 1.6 ഇൻറ്റു 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ടോട്ടൽ എനർജി ഈക്വൽ ടു -me⁴ ഡിവൈഡ് ബൈ 8ε0 h²n² ഇൻറ്റു 1 ജൂൾ അല്ലേ, ഇൻറ്റു 1 ജൂൾ എന്ന് വായിക്ക്. ദാറ്റ് ഈസ് 1 ജൂൾ എന്നുള്ളത് 1 ബൈ 1.6 ഇൻറ്റു 10⁻⁻19 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി. ഇതിൽ ഈ ഹൈലൈറ്റ് ചെയ്ത ആൾക്കാർ മുഴുവനും കോൺസ്റ്റൻസ് അല്ലേ നോക്കിയേ. ഈ ഹൈലൈറ്റ് ചെയ്ത ഫുള്ളും കോൺസ്റ്റൻറ്റുകളാണ്. n മാത്രമാണ് കോൺസ്റ്റൻ്റ് അല്ലാത്തത്. n എന്ന് പറഞ്ഞാൽ ഓർബിറ്റ് നമ്പർ അല്ലെങ്കിൽ എനർജി സ്റ്റേറ്റ്. ബാക്കിയുള്ള എല്ലാവരും കോൺസ്റ്റൻസ് ആണ്, n² ഒഴിച്ച്. എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റേറ്റ്, എത്രാമത്തെ എനർജി സ്റ്റേറ്റിലുള്ള എനർജിയാണ് കാണാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ വാല്യൂസുകളെല്ലാം ഇട്ട് കൊടുക്കുക. മാസ് ഓഫ് ദ ഇലക്ട്രോൺ, ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ, ε0 h, അതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനർജി എന്നുള്ളതിന് നമുക്ക് ഈ ഫോമിൽ E എന്ന് എഴുതിക്കോട്ടെ. nth എനർജി സ്റ്റേറ്റിലുള്ള എനർജി ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ -13.6 കിട്ടും. താഴെ ഒരു n² ഉണ്ട്, ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്ക് അവസാനം ഡെറിവേഷൻ ആയി nth എനർജി സ്റ്റേറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എനർജി -13.6 ബൈ n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ.